പറ്റി? ഇന്ന് ജെൻസി പ്രക്ഷോഭം CJP അല്ല പാർട്ടിയുടെ പ്രക്ഷോഭം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കാനുണ്ട്. പക്ഷെ ഒന്നും നടന്നില്ലല്ലോ. മൂഞ്ചിപ്പോയില്ലേ? നമുക്കാദ്യം സംഘിണിയായ ഒരു അമ്മച്ചിയുടെയും ഒപ്പം ജനൻ ടിവിയുടെയും ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടിട്ട് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം കരച്ചിൽ കേട്ടോളൂ. ജന്തർമന്ദറിനെ ഇളക്കി മറിക്കാനെത്തിയ പാറ്റകളുടെ പ്രതിഷേധ പരിപാടി കുളമായി. പ്രതീക്ഷിച്ചതുപോലെ പങ്കാളിത്തം ഉണ്ടാകാതിരുന്നതോടെ പാറ്റ പാർട്ടിയെ ഞെട്ടിച്ചു. പ്രതിഷേധ പരിപാടികളിൽ പാളിയതോടെ പാറ്റകൾ പല വഴിക്കായി. CJPയുടെ ആദ്യത്തെ പരിപാടി തന്നെ ചീറ്റിപ്പോയതിന്റെ എന്തു പറ്റി? ഇന്ന് ജൂൺ 6 ഇന്ന് ജെൻസി പ്രക്ഷോഭം CJP അല്ല പാർട്ടിയുടെ പ്രക്ഷോഭം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കാനുണ്ട്. പക്ഷെ ഒന്നും നടന്നില്ലല്ലോ. മൂഞ്ചിപ്പോയില്ലേ? സാരില്ല, അങ്ങനെ തന്നെ വേണം. കാരണം എന്തൊക്കെയായിരുന്നു ജെൻസി പ്രക്ഷോഭം, ജെൻസികൾ ഇളകുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഇനി കുറെ ആളുകൾ ഇതിന്റെ അഭിജിത്ത് പറയുന്നു BJPയുടെ ഫോളോവേഴ്സ് കുറയ്ക്കണം. ഈ CJPയുടെ ഫോളോവേഴ്സിൽ കുറച്ചൊരു 500 പേരെങ്കിലും ഇന്ന് അവിടെ വന്നായിരുന്നു ഈ പ്രക്ഷോഭം. ഈ അമ്മച്ചിയെ ആർക്കും അറിയത്തില്ല, എനിക്കും പേഴ്സണലി അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ കാണുന്നത്. ഇവർ പറയുന്നതേ ജെൻസി കുട്ടികളുടെ സമരം അതിനെ ആക്ഷേപിച്ചുകൊണ്ട് ആണ് ഇവർ സംസാരിക്കുന്നത്. സത്യത്തില് ഈ അമ്മച്ചിയും ജനൻ TVയിലെ റിപ്പോർട്ടേഴ്സ് ഈ ന്യൂസ് റിപ്പോർട്ടർ ചെയ്തവന്മാരൊക്കെ പൊട്ടന്മാരാണോ? സീരിയസ്ലി നോക്കി, ഇവർ ജേർണലിസം പാസ്സായിട്ടാണോ അതോ എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ പേരിൽ ജോലിക്ക് കയറിയതാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതില് അറ്റ്ലീസ്റ്റ് 1% സത്യം വേണ്ടേ? ഈ ജനൻ TVയെ കുറിച്ച് നമുക്കറിയാം, പക്ഷെ എങ്കിലും ഒരു സാറ്റലൈറ്റ് മീഡിയ എന്ന നിലയിൽ 1% സത്യം വേണ്ടേ? ഒന്നുകൂടെ വാർത്ത കേട്ടോ. പാറ്റകളുടെ പ്രതിഷേധ പരിപാടി കുളമായി. പ്രതീക്ഷിച്ചതുപോലെ പങ്കാളിത്തം ഉണ്ടാകാതിരുന്നതോടെ പാറ്റ പാർട്ടിയെ ഞെട്ടിച്ചു. പ്രതിഷേധ പരിപാടികളിൽ പാടിയതോടെ പാറ്റകൾ പല വഴിക്കായി. CJPയുടെ ആദ്യത്തെ പരിപാടി തന്നെ ചീറ്റിപ്പോയതിന്റെ ഇനി വിഷ്വൽ ഒന്ന് കണ്ടു നോക്ക്. ഈ പാറ്റ പാർട്ടി, കോക്രോച്ച് പാർട്ടി എന്ന് പറയുന്ന സംഘടന, ആ സംഘടനയുടെ ഫസ്റ്റ് സമരത്തിൽ എത്രായിരം കുട്ടികൾ, വിവരവും വിദ്യാഭ്യാസവുമുള്ള, അതായത് നാളത്തെ ഇന്ത്യയെ നിയന്ത്രിക്കേണ്ട എത്ര കുട്ടികൾ പങ്കെടുത്തു എന്നുള്ളത് ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. मान के नीचे सब खड़े हुए हैं या बैठ रहे हैं। विकसित भारत क्या है अब ये बच्चे दिखाएंगे. ഇനി കാര്യത്തിലേക്ക് വരാം. എത്രായിരം കുട്ടികൾ പങ്കെടുത്തു? ഈ ജനൻ TV പറയുന്നത് അവരെ പരിപാടി പൊളിഞ്ഞു, ആരും ഇല്ലായിരുന്നു എന്ന്. ഒപ്പം തന്നെ സംഘിണിയായ ഒരു അമ്മച്ചി വന്നിട്ട് ജെൻസി കുട്ടികളെ ആക്ഷേപിക്കുകയാണ്. അവരെ സമരത്തിൽ ആളില്ലായിരുന്നു, 500 പേര് പോലും ഇല്ലായിരുന്നു എന്ന്. ഈ 500ഉം 50ഉം 50,000 കണ്ടാൽ തിരിച്ചറിയാൻ വിദ്യാഭ്യാസം വേണ്ടേ? അതങ്ങ് ശാഖയിൽ പോയി അവിടുത്തെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചാണകത്തിൽ നിന്നും യുറേനിയം ഉണ്ടാക്കാമെന്നും ഗോമൂത്രത്തിൽ ക്യാൻസറിന്റെ മരുന്നാണെന്നും 2000ന്റെ നോട്ടിൽ ചിപ്പാണെന്നും അങ്ങനെയൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന ഇവർക്കൊന്നും 500ഉം 50,000ഉം 5 ലക്ഷവും അതിന്റെ കണക്കറിയില്ല. അതാ പ്രശ്നം. വിദ്യാഭ്യാസമില്ലാത്തതിന്റെ പ്രശ്നമാണിത്. മനസ്സിലായോ? ഇതാണ് മക്കളെ പറയുന്നത്. പഠിക്കേണ്ട സമയത്ത് സ്കൂളിൽ പോയി കോളേജിൽ പോയി പഠിക്കണം. അല്ലാതെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇത് വേറൊന്നുമല്ല, ചൊറിച്ചിലാണ്. അതായത് CJP, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആ കുട്ടികളെ ആക്ഷേപിക്കാൻ ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ കുറവായിരിക്കും എനിക്ക് തോന്നുന്നു. അവരെന്തിനാണ് അവർ സമരം ചെയ്തത്? CJPയുടെ കുട്ടികൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയത് എന്തിനാണെന്ന് അറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം, നീറ്റ് എക്സാം, ആ എക്സാമിന്റെ ചോദ്യ പേപ്പർ ചോർന്നു. ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി ഇല്ലാണ്ടായ അവസ്ഥ. 19 കുട്ടികളോളം ആത്മഹത്യ ചെയ്തു. ചോദ്യപേപ്പർ ചോർന്നതിനെതിരെ, വിദ്യാഭ്യാസത്തിന്റെ വില അറിയുന്നവർക്ക് പറയുകയാണ്, ചോദ്യപേപ്പർ ചോർന്നതിനെതിരെയാണ് അവർ സംഘടിച്ച് അവിടെ സമരം ചെയ്തത്. അതിനെ പോലും ആക്ഷേപിക്കുകയും അവിടെയും പോലും കള്ളം പറയുകയും അത്തരത്തിലുള്ള കാര്യം ചെയ്ത ഇവരെ പോലുള്ള ആളുകളെ
എന്താണ് നമ്മൾ പറയേണ്ടത്? എങ്ങനെ അഭിസംബോധന ചെയ്യണം ഇവരേക്ക്? ഒരു സാറ്റലൈറ്റ് ചാനൽ ആകുമ്പോൾ കുറച്ചെങ്കിലും, പ്രത്യേകിച്ച് ജന ടിവിയോട് പറയണം, 1% സത്യം നിങ്ങൾ പറയണം. അവിടെ കണക്കിന് 10,000-കണക്കിന് കുട്ടികൾ പങ്കെടുത്ത് അതൊക്കെ കണ്ടോളൂ, ലൈവ് വിഷ്വൽ കണ്ടോളൂ, ഞാൻ ഇടുന്ന ലൈവ് വിഷ്വൽ കണ്ടോളൂ. 10,000-കണക്കിന് കുട്ടികൾ പങ്കെടുത്ത സമരം, ആദ്യത്തെ സമരം CJP-യുടെ, അതവർ കണ്ടില്ല, പരിപാടി കുളവായെന്ന്. രണ്ടാമത് വേറൊരു സംഘിണിയായ അമ്മച്ചി എന്ന് പറയുന്നു, 500 പേര് ഒരു പരിപാടി പങ്കെടുത്തില്ല, ഒരു ബാഡ് വേർഡും പറയുന്നുണ്ട്. അത് നമുക്ക് മാന്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന, പറയാൻ പറ്റുന്ന വേർഡാണ്, ഒരു ചീത്ത വാക്ക് പറയുന്നുണ്ട്. പാവപ്പെട്ട വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ അവരുടെ ന്യായമായ ആവശ്യത്തിനോടൊപ്പം നിൽക്കേണ്ട അതാണ് എന്റെ മാന്യത, ന്യായം, സത്യം അതാണ്. അങ്ങനെ നിൽക്കേണ്ട മനുഷ്യർ, അതിൽ കുറെ പേർ ഇങ്ങനെയും ഉണ്ട് എന്നുള്ളതാണ് ഇവ യാഥാർത്ഥ്യം. സമരം കുളവാ എന്ന് പറയുന്നു, 500 പേരും പങ്കെടുത്തില്ല എന്ന് പറയുന്നു. ഇതൊക്കെ എന്തോന്നത്? ഇനി എത്ര കിടന്ന് നിങ്ങൾ നിലവിളിച്ചാലും, എത്ര കിടന്ന് കരഞ്ഞാലും, ഇവിടുത്തെ BJP-യുടെ ഇത്തരത്തിലുള്ള നശിച്ച ഭരണത്തിനെതിരെ ഇവിടെയുള്ള ശബ്ദങ്ങൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. അത് CJP-യുടെ രൂപത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പാർട്ടികളുടെ രൂപത്തിലാണെങ്കിലും ഒക്കെ, ഏതൊരു രാജ്യത്താണെങ്കിലും ആ രാജ്യത്തെ ജനങ്ങളെ, കുട്ടികളെ, അവരുടെ ഭാവി ഇല്ലാതാക്കുന്ന ഏത് ഭരണത്തെയും ഇല്ലാതാക്കാനുള്ള ഒരു ശക്തി അവിടെ തന്നെ ഉണ്ടാവും. അത് യാഥാർത്ഥ്യമാണ്. അത് വിജയിക്കുകയും ചെയ്യും. അവരെ തീവ്രവാദികളെന്നോ ഭീകരവാദികളെന്നോ വിളിച്ച് കുട്ടികളെ, വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുകയാണ്, എന്താ പറയുക, ഇന്ത്യയുടെ, അദ്ദേഹം പറയുന്നു അവർ വിദേശ രാജ്യത്തിന്റെ പണം കൊണ്ടും ശക്തി കൊണ്ടും പ്രവർത്തിക്കുന്നു. അതായത് ഇന്ത്യയിലെ കുട്ടികളെ ഭീകരവാദികളാക്കുകയാണ് ഇവർ. കുട്ടികളെ അവരെന്തിനാണ് സമരം ചെയ്തത്? അവരുടെ ഭാവി ഇല്ലാതാക്കിയതിന്. ആ സമരത്തെ പോലും ഇങ്ങനെയാണോ അഭിസംബോധന, ഇങ്ങനെയാണോ ഇല്ലാതാക്കാൻ? ഒരു കാര്യം പറയാം, നിങ്ങൾ ഇനി എന്തൊക്കെയെന്ന് പറഞ്ഞാലും അത്തരത്തിലുള്ള സമരങ്ങളെ ഇല്ലാതാക്കാൻ ഒരു ശക്തിയും കഴിയില്ല. അത് വളർന്നു വരിക തന്നെ ചെയ്യും, കേട്ടോ.